കുറച്ച് ദിവസം മുമ്പേ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ജപ്പാനിൽ എങ്ങനെയാണ് ആൾക്കാർ ട്രെയിനിൽ കയറുന്നത്. ട്രെയിൻ ഇങ്ങനെ വരുന്നു, ആൾക്കാർ കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൊണ്ട് ഇടിച്ച് കയറിയാണ്, കയറാത്തവരെ കൊണ്ട് ഇടിച്ച് അവർ തള്ളി അകത്തോട്ട് വെച്ചിട്ടാണ് കഥയൊക്കെ അടയ്ക്കുന്നത്. നല്ലൊരു ഫണ്ണി വീഡിയോ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ലണ്ടനിലും എല്ലായിടത്തും ട്യൂബ് സ്റ്റേഷനിൽ, അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ, ബോംബെയിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇടിച്ച് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മത്തി അടിക്കി വെക്കുന്ന പോലെ പാക്ഡായിട്ടാണ് ആൾക്കാർ ട്രെയിൻസിൽ പോകുന്നത്. അപ്പം അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ. ഈ കല്യാണം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ റിസപ്ഷൻ ഹാളിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ ഈ ഷട്ടറൊക്കെ അടച്ചിട്ടൊക്കെ വരും. ഷട്ടർ അങ്ങോട്ട് തുറക്കുകയും ആൾക്കാർ ഇട്ടിച്ച് എല്ലാവരും കൊണ്ട് ഒരു ഭ്രാന്ത് പോലെയാണ്. ഒരു എന്താ പറയുന്ന, നമ്മുടെ നാട്ടിലെ ബിവറേജസ് കോർപ്പറേഷനിൽ അതിനേക്കാളുള്ള ആൾക്കാർ മര്യാദയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ആൾക്കാർ ഇട്ടിച്ച് ആരെന്താണെന്ന് നോക്കുന്നില്ല, പോയി ഞാൻ കഴിക്കാനായിട്ടുള്ള വെപ്രാളമാണ്. അപ്പോൾ ചിലപ്പം എൻ്റെ കല്യാണത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണ സമയത്തും അല്ലാതെ നമുക്ക് ഒത്തിരി ഒരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പം അന്നേരം ആരും സഹകരിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഇല്ലെങ്കിലും ഈ കല്യാണ സമയം, കല്യാണമൊക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് ആ കേറ്ററിങ്ങിൻ്റെ അവിടെയൊക്കെ ഒത്തിരി പേര് പുതുതായിട്ട് കാരണവന്മാർ കാണും. അവരങ്ങ് കാര്യങ്ങളങ്ങ് ഏറ്റെടുക്കും. എന്താ നിങ്ങൾ ഒരുങ്ങാൻ എന്നാ താമസിക്കുന്ന. ഇപ്പം ഈ കല്യാണം കഴിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ വെപ്രാളം കാരണം വിഷം പോലും കാണുകയാണ്. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല വരുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്, വരികയും കൂടുകയൊക്കെ ചെയ്യുന്ന സന്തോഷമായിരിക്കും. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നല്ലതായിട്ട് വിശന്ന് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ മുന്നും ഒന്നുമില്ല. അവർ ഈ അനുഗ്രഹിക്കാൻ വന്നവർ പ്രാഗേജും അതുപോലെ അവർ വയലൻ്റ് ആവും. അവർക്ക് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് കുറ്റം പറയുക, ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. ഈ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കൺട്രോൾ ചിലപ്പോൾ നമ്മുടെ പോകും. ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളി. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോയപ്പോൾ പുള്ളിക്ക് പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, വിശക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നിടത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വെച്ചാണ്. അപ്പം നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ റോഡ് ബ്ലോക്കായി. അവിടുന്ന് ഡൈവേർഷൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് പുള്ളി പറഞ്ഞതാണ് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തായാലും നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോവാം, എനിക്കറിയാവുന്നിടത്തുണ്ട്. അദ്ദേഹം എന്നോട് പിണങ്ങി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹം എന്നോട് പിണങ്ങി. അപ്പോൾ എനിക്കന്ന് അത് മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മദർ ചിലപ്പോൾ വിശന്ന് കഴിയും വേറൊരു ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ചില സമയത്ത് ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവൻ കളഞ്ഞായിരിക്കും വരുമ്പോഴത്തേക്ക് റോഷിനി ചോദിക്കും, എന്താ ഒരു മുട്ട മതിയോ, 2 മുട്ട മതിയോ, മുട്ട എങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രാന്ത് പിടിച്ച് നമുക്ക് കണ്ടുവന്ന് കാണാൻ ഒരു വിഷമെന്നാണ്. ഞാൻ പറഞ്ഞു എന്തേലും എളുപ്പം തരാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ് അത്. അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അമിഗ്ഡല എന്ന് പറഞ്ഞൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർവൈവൽ മെക്കാനിസം മാത്രമേ അത് ചിന്തിക്കുന്നുള്ളൂ. അതായത് ഫുഡ്, ഹങ്കർ, ആംഗ്രിയാണ്. ഒരു എന്ത് കാര്യം കണ്ടാലും അതങ്ങ് ത്രെറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം സെക്ഷുവൽ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അത് ചിന്തിക്കുള്ളൂ. ചിലർ അതിന് ലിസേർഡ് ബ്രെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു കുറവ് വന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് ശരിക്കും ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഏരിയ, മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന ആ ഏരിയ, ഇതെല്ലാം കംപ്ലീറ്റ് ഇതങ്ങ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും. അതിൻ്റെ മനസ്സിൽ പിന്നെ ഒന്നെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ വിശപ്പ്, ഇങ്ങനെയുള്ള ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിരിക്കണം കളയും. നമ്മളെ വയലൻ്റ് ആക്കും. നമ്മൾ പറയുന്ന നമ്മുടെ കൺട്രോൾ പോയി കളയും. മറ്റുള്ളവരോട് നമ്മൾ ഇടപെടുന്നതൊക്കെ നല്ല ബന്ധങ്ങളായിരിക്കും. അത്
അത് നശിപ്പിച്ച് കളയാൻ നിമിഷ നേരം കൊണ്ട് അത് നമുക്ക് അങ്ങനെ ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് കല്യാണ സമയത്ത് ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. നമുക്കാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ജോലിയിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സമയത്ത് കഴിക്കാൻ മറന്നു പോകുമ്പോൾ അന്നേരം നമുക്കൊന്നും തോന്നത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിശപ്പാകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ നല്ലതായിട്ട് ഫങ്ഷൻ ചെയ്യത്തില്ല. കൊച്ചു പിള്ളേർ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റിൽ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ പോകും. പിന്നീട് അവരുടെ ആ കോൺസെൻട്രേഷനും അവരുടെ ആ റിസപ്റ്റീവ്നെസ്സും എല്ലാം അത് ബാധിക്കും. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം. പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, നല്ലതായിട്ട് എനർജി കൊടുക്കുന്ന ഫുഡ് കൊടുക്കുക, നല്ലതായിട്ട് ആക്റ്റീവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതൊരിക്കലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. പിള്ളേർക്ക് അന്നേരം തോന്നുകയല്ല. കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല അതിൻ്റെ ദോഷങ്ങൾ. കഴിക്കാതിരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ദോഷങ്ങൾ അറിയുന്നത്. കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയത്തില്ല. കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളത് ഗുണങ്ങളെ പറ്റി നമ്മൾ അവെയർ പോലും ആയിരിക്കത്തില്ല. പക്ഷെ അത് ശരിക്കും ഒരു ഫ്യൂവലാണ്. അത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും. താങ്ക് യു.